കൊച്ചി മേയറായി ഷൈനി മാത്യു, VK മിനിമോൾ എന്നിവർ പരിഗണനയിൽ. ദീപ്തി മേരി വർഗീസിന് മറ്റൊരു പദവി നൽകാനാണ് കോൺഗ്രസിൽ ചർച്ച. ദീപ്തിക്ക് MPC ചെയർപേഴ്സൺ പദവി നൽകിയേക്കും. വൈകിട്ട് ചേരുന്ന DCC കോർ കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായേക്കും. MK ഷുക്കൂർ വിവരങ്ങൾ നൽകാനായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ഷുക്കൂർ, ഈ മേയർ ആര് എന്നുള്ള കാര്യത്തിൽ സഭയുടെ ഒരു സമ്മർദ്ദം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ദീപ്തി മേരി വർഗീസിന് പരിഗണന കൂടുതലാണെന്നുള്ള വാർത്തകളൊക്കെ നേരത്തെ വന്നിട്ടുമുണ്ടായിരുന്നു. ഇപ്പോൾ എന്ത് തീരുമാനത്തിലേക്കാണ് നേതൃത്വം എത്തിയിരിക്കുന്നത്? അമൃത, ഇന്നലെ ചേർന്ന കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഭൂരിഭാഗം കൗൺസിലർമാരും ഷൈനി മാത്യുവിനെയും ഒപ്പം തന്നെ VK മിനിമോളെയുമാണ് പിന്തുണച്ചത്. വളരെ കുറച്ചു പേർ മാത്രമാണ്, വിരലിലെണ്ണാവുന്ന പേർ മാത്രമാണ് ദീപ്തി മേരി വർഗീസിനെ പിന്തുണച്ചത്. അതുകൊണ്ട് തന്നെ ദീപ്തി മേരി വർഗീസിന്റെ സാധ്യത ഇന്നലെ തന്നെ വലിയ തോതിൽ താഴേക്ക് പോയിരുന്നു. ഇപ്പോൾ നേതാക്കൾക്കിടയിൽ അനൌദ്യോഗികമായ ചർച്ച നടക്കുന്നത് ദീപ്തി മേരി വർഗീസ് എന്ന സീനിയറായ KPCC ജനറൽ സെക്രട്ടറിയായ ആളെ മാറ്റി നിർത്തുമ്പോൾ അവരെ എങ്ങനെ പരിഗണിക്കണം എന്നുള്ള കാര്യത്തിലാണ്. എന്തായാലും മേയർ പദവിയിലേക്ക് നിലവിൽ നേതാക്കളുടെ മനസ്സിലുള്ളത് ഷൈനി മാത്യുവും ഒപ്പം തന്നെ VK മിനിമോളുമാണ്. ഇന്ന് ചേരുന്ന DCCയുടെ കോർ കമ്മിറ്റി യോഗം അതിനകത്ത് ഒരു തീരുമാനമുണ്ടാകാനാണ് സാധ്യത. മേയർ പദവി 5 വർഷവും ഒരാൾക്ക് നൽകുമോ അല്ലെങ്കിൽ പങ്കിട്ട് നൽകുമോ, 2.5 വർഷം വീതം മിനിമോളും ഷൈനിയും പങ്കിടുമോ എന്ന കാര്യത്തിലെല്ലാം തന്നെ കോർ കമ്മിറ്റിയിലായിരിക്കും ഒരു തീരുമാനമുണ്ടാകുക. നിലവിൽ ഇത് KPCCക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. ഈ കോർ കമ്മിറ്റിയിൽ തന്നെ തീരുമാനത്തിലാണ് സാധ്യത. എന്നാൽ വളരെ സീനിയറായ ദീപ്തി മേരി വർഗീസിനെ മേയർ സ്ഥാനത്തേക്ക് ആദ്യഘട്ടത്തിൽ പരിഗണിച്ചിരുന്നു എന്നൊരു വാർത്ത വലിയ തോതിൽ വരികയും അവർ തന്നെയും അതിനുവേണ്ടി ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അവർക്ക് വേറെ ഏതെങ്കിലും ഒരു പദവി നൽകണമെന്നൊരു അഭിപ്രായം പാർട്ടിയിലുണ്ട്. സീനിയറായ അവരെ ആ അർത്ഥത്തിൽ പരിഗണിക്കണം എന്ന കാര്യത്തിൽ എല്ലാവർക്കും ഏകാഭിപ്രായമാണ്. അങ്ങനെയെങ്കിൽ കൊച്ചി നഗരത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സർക്കാർ തന്നെ ചുമതലപ്പെടുത്തിയ ഒരു സ്ഥാപനമായ MPC അതിൻ്റെ ചെയർപേഴ്സൺ പദവിയിലേക്ക് അത് സ്വാഭാവികമായും ഇപ്പോൾ ഭൂരിഭാഗം തദ്ദേശ സ്ഥാപനങ്ങളും UDFന് ലഭിച്ച സാഹചര്യത്തിൽ കൊച്ചി നഗരത്തിൻ്റെ പരിധിയിലുള്ള തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്നതാണ്. ആ പദവിയിലേക്ക് ഒരു UDFകാരനെ ജയിപ്പിക്കാൻ കഴിയും. അവിടേക്ക് ദീപ്തി മേരി വർഗീസിനെ കൊണ്ടുവരണം എന്ന ഒരു ആവശ്യമാണ് ഇപ്പോൾ പാർട്ടിയിൽ ഉയർന്നിട്ടുള്ളത്. എന്തായാലും മേയർ പദവി ആർക്ക് കൊടുക്കുന്നു എന്നത് സംബന്ധിച്ച ഒരു തീരുമാനത്തിന് പിറകെയായിരിക്കും ദീപ്തി മേരി വർഗീസിൻ്റെ MPCയുടെ ചെയർപേഴ്സൺ പദവി എന്ന കാര്യത്തിലും തീരുമാനമുണ്ടാകുക. അക്കാര്യമെല്ലാം തന്നെ ഇന്ന് ചേരുന്ന DCCയുടെ കോർ കമ്മിറ്റി യോഗത്തിൽ തീരുമാനമാകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇക്കാര്യത്തിൽ ദീപ്തി മേരി വർഗീസിനെ പിന്തുണക്കുമെന്ന് കരുതിയിരുന്നത് KC വേണുഗോപാൽ MP ആയിരുന്നു, AICCയുടെ ജനറൽ സെക്രട്ടറി. അദ്ദേഹം പക്ഷേ ഇക്കാര്യത്തിൽ ഇടപെടുന്നില്ല എന്നൊരു നിലപാടാണ് അറിയിച്ചത്. അതിന് പ്രധാനപ്പെട്ട കാരണം ലത്തീൻ സഭയിൽ നിന്നുള്ള ഒരാളെ മേയറാക്കണമെന്നൊരാവശ്യം ലത്തീൻ സഭ വളരെ പരസ്യമായി തന്നെ ഉന്നയിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ ലത്തീൻ സഭക്കാരായ VK മിനിമോളും ഷൈനി മാത്യുവും തന്നെ ആ പദവിയിലേക്ക് വരണമെന്നത് സഭയുടെ ആഗ്രഹമാണ്. അത്തരമൊരു ആഗ്രഹം നിലനിൽക്കെ മറിച്ചുള്ള ഒരു തീരുമാനമുണ്ടാകാൻ KC വേണുഗോപാൽ ഇടപെട്ട് അവസരമൊരുക്കി എന്നൊരു പ്രതിച്ഛായ വരരുത് എന്നൊരാഗ്രഹം അദ്ദേഹത്തിനുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും അദ്ദേഹം നിലവിൽ ഈ വിഷയത്തിൽ ഇടപെടാൻ തയ്യാറായില്ല. തീരുമാനം കൊച്ചിയിൽ തന്നെ ഉണ്ടാകട്ടെ എന്നൊരു നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. ആ അർത്ഥത്തിൽ ഇന്ന് വൈകുന്നേരം ചേരുന്ന കോർ കമ്മിറ്റി യോഗത്തിൽ ഇത് സംബന്ധിച്ച കൃത്യമായ തീരുമാനമുണ്ടാക്കാനാണ് സാധ്യത. അങ്ങനെ തീരുമാനമുണ്ടായില്ലെങ്കിൽ മാത്രമേ ഈ തീരുമാനം KPCCക്ക് പോകാൻ സാധ്യതയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായും ദീപ്തി മേരി വർഗീസിന്റെ പദവി സംബന്ധിച്ച തീരുമാനത്തിനും സാധ്യതയുണ്ട്.